നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുടിവെള്ളം ലഭിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നാട്ടുകാർ തടഞ്ഞു. എഴുകോൺ രണ്ടാലുമൂട്ടിലാണ് സംഭവം. AISFന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡൽഹിയിൽ CJP മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധക്കാർ കളക്ട്രേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മിനി ബസിനെ കളിയാക്കി. സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. സംഭവത്തിൽ 19കാരൻ അറസ്റ്റിൽ. എഴുകോൺ പോസ്റ്റക്കോണം സ്വദേശി വരുണാണ് അറസ്റ്റിലായത്. യുവാവ് ചങ്ങല വലിച്ചു. കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ അരമണിക്കൂറിലേറെ പിടിച്ചിട്ടു. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. കുടിവെള്ളം ലഭിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നാട്ടുകാർ തടഞ്ഞു. എഴുകോൺ രണ്ടാലുമൂട്ടിലാണ് സംഭവം. സ്വന്തമായി കിണറില്ലാത്തവരാണ് ഇവിടെയുള്ളവർ. വാട്ടർ അതോറിറ്റിയുടെ ജലമാണ് ആശ്രയം. ചില ജീവനക്കാരുടെ ഇടപെടലാണ് ജലം കിട്ടാത്തതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അവർക്ക് ഈ 6 മാസമെങ്കിലും നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടുമെങ്കിൽ അതില്ല. അവിടെ കിണറ്റിൽ വെള്ളം ഇല്ല. കിണറില്ലാത്ത ആൾക്കാരാ. കിണറില്ലാത്ത ഞാൻ വന്നപ്പോ പറഞ്ഞു അവർക്ക് കിണറില്ല. കറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നില്ല. ഈ ലീക്ക് ഇത്രയും നാൾ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പോഴാണ് ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ ആ ഒരു ലീക്ക് വന്നതുകൊണ്ട് നമ്മുടെ കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത്ര താമസം. 35ഓളം ഭവനം കിണറില്ലാത്തതാണ്. അത് കണ്ടെത്തിയായിരുന്നെങ്കിൽ അന്നേരം നമ്മൾ പണി ഒരു മാസം കൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കൊച്ചു കുട്ടിയെ കൊണ്ടുവന്ന് വെള്ളം ഞങ്ങൾ എവിടെല്ലാം പോയെന്നറിയാമോ? യാതൊരു രക്ഷയില്ല. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്നാണ് എഴുകോൺ രണ്ടാലുമൂട് ബിവറേജ് ജംഗ്ഷനിലെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. പ്രദേശത്ത് താമസിക്കുന്നവർ സ്വന്തമായി കിണറില്ലാത്തവരാണ്. കുട്ടികളും വയോധികരും കിടപ്പുരോഗികളും ഗർഭിണികൾ ഉൾപ്പെടെ 2000-ഓളം പേർക്കാണ് കുടിവെള്ളം ലഭിക്കാത്തത്. ഇപ്പൊ 3 മാസം കൊണ്ട് വെള്ളം വരുന്നില്ല. വെള്ളത്തിന്റെ കാര്യമില്ലേ, ഞങ്ങൾ ഈ കിടന്ന് വെയിലും കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ എല്ലാം വെള്ളം. ഇന്നലെയും 450 രൂപയുടെ വെള്ളമാണ് മേടിച്ചത്. ഡെയിലി വെള്ളം മേടിക്കുക. കിണറില്ല. ഇപ്പൊ 2-3 മാസം കൊണ്ട് വെള്ളമില്ല, വരുന്നില്ല. ഇവര് പറയുന്നത് നാളെ പൈപ്പ് പൊട്ടി ലീക്ക് ആവുന്നു എന്നൊക്കെ ഇവര് പറയുന്നത്. നമ്മൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നോക്കി ഇരിക്കുകയല്ലേ. 2-3 ദിവസം കൂടുമ്പോൾ 2000 രൂപ നൽകി ഇവർ വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. വെള്ളം കച്ചവടം ചെയ്യുന്നവരും വാട്ടർ അതോറിറ്റിയുടെ വാൽവ് ഓപ്പറേറ്റർമാരായ ചില ജീവനക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് പ്രദേശത്ത് വെള്ളം കിട്ടാത്തതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഇതൊന്നും ഒരു പരിഹാരമല്ല. ഇതൊന്നും ഈ പറയുന്ന ഒന്നും നമുക്കൊരു പരിഹാരമല്ല. കാരണം ജനം നമ്മളെ അറിയാമോ? പ്രശ്നം വളരെ എളുപ്പമാണ്. പൈസ എന്നാൽ പൈപ്പിലേക്കുൾപ്പെടെ മാലിന്യം അടിഞ്ഞുള്ള തകരാറാണ് കുടിവെള്ളം കിട്ടാത്തതെന്നാണ് EE ചൂണ്ടിക്കാട്ടുന്നത്. ഉപരോധത്തെ തുടർന്ന് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത ദിവസം മുതൽ വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് പ്രദേശവാസികൾ പിരിഞ്ഞുപോയത്. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങൾ 2 2 ഇത് 4 വാർഡുകാർക്കാണ് ഒരു വാൽവ് തുറക്കുന്നത്. അതായത് നമ്മുടെ ഇടയ്ക്കിടം ഉന്നതിയിലേക്കുള്ള ഒരു വാൽവ്, പോച്ചങ്കോണത്തേക്കുള്ള ഒരു വാൽവ്,
എഴുവണേക്കുള്ള ഒരു വാൽവ്. ഇത് ഏകദേശം ഒരു 3 മാസത്തോളം കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് തുറന്നു വിട്ടാൽ മതി. ഇത് അതുമില്ല, എന്നും ഇവിടെ പണിയാ, എന്നും പൈപ്പ് പൊട്ടകുക. 2 മാസം കൂടുമ്പോൾ ഒരു 2-3 ദിവസമേ നമുക്ക് വെള്ളം വരാറുള്ളൂ. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കുഴൽക്കിണറുകളാണ്. കുഴൽക്കിണറുകൾ കുഴിച്ചാൽ പോലും നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് പാവപ്പെട്ടവരായ ഞങ്ങൾ ഈ ഇവിടെ പാർക്കുന്നവരെല്ലാം ഏകദേശം 10,000 കുടുംബങ്ങൾ, 1000 അല്ല, 3 വാർഡിലൂടെ ഏകദേശം ആവുമ്പോൾ 10,000-2000 കുടുംബങ്ങൾക്ക് അകത്തുണ്ട്. ഈ കുറച്ച് പേർക്ക് വെള്ളം കിട്ടുന്നവരുണ്ട്. പക്ഷെ ഇത് ഈ വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ, ഞാൻ ഉൾപ്പെടുന്ന എന്റെ കുടുംബവും കിണറില്ലാത്തൊരു കുടുംബമാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ തോനെയൊന്നും പറയുന്നില്ല. നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ വാൽവ് തുറന്ന് ഇതിന്റെ പണി ഈ എന്നും ഇങ്ങനെ പണിഞ്ഞ് ഇങ്ങനെ ആക്കാതെ പണിയുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നല്ല രീതിയിൽ പണിഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് നമ്മൾ വെള്ളക്കരം അടയ്ക്കുന്ന നമ്മളെ പഞ്ചായത്ത് വെള്ളം തുറന്നു വിടണം, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂരിനെ പൂക്കളുടെ നഗരമാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ. ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പുനലൂർ നഗരസഭ നടപ്പാക്കുന്ന സ്നേഹാരാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാളക്കോട് ഗവൺമെന്റ് LP സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പുനലൂർ നഗരസഭ നടപ്പാക്കുന്ന സ്നേഹാരാമം പദ്ധതിക്കാണ് വാളക്കോട് ഗവൺമെന്റ് LPSൽ തുടക്കമായത്. പദ്ധതിയുടെ വിവര വിജ്ഞാന വ്യാപനത്തിനായുള്ള തുക ഉപയോഗിച്ചാണ് സ്നേഹാരാമം നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചെടികളും ചെടിച്ചട്ടികളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂരിനെ പൂക്കളുടെ നഗരമാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത വിദ്യാലയം എന്ന ലക്ഷ്യം മുൻനിർത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു. അത് നമ്മളൊരു വലിയ വിശാലമായ കാഴ്ചപ്പാടിൽ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ഡിക്ലെയർ ചെയ്യും. എല്ലാ സ്കൂളുകളിലും ഒരു ഹരിത ക്ലബ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കിയില്ല ആക്കി. അപ്പോൾ ഒരു ഹരിത ക്ലബ്ബാണ്. അപ്പൊ വരുന്ന ഒരു തലമുറയെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള ചെറിയ കുട്ടിപ്പൂത്തോട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ഞാനിപ്പോ CDSമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്കൂളിൽ മാത്രമല്ല നമുക്ക് ഈ വാർഡുകളിലെല്ലാം ഇത് ചെയ്യാം. ആട്ടോ സ്റ്റാൻഡിന്റെ ഓരത്ത് ചെയ്യാം. ടൗണിൽ നമുക്ക് ധാരാളം പൂക്കൾ വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ് TB ജംഗ്ഷനിൽ നിങ്ങളിപ്പോൾ കണ്ടാൽ ആ ട്രാഫിക് ഐലൻഡിന്റെ അവിടെ പൂക്കൾ വെച്ചത്. നമുക്കൊരു അടുത്ത മാർച്ചൊക്കെ ആവുമ്പോഴേക്കും പുനലൂരിനെ പൂക്കളുടെ ഒരു നാടാക്കി മാറ്റണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. കൗൺസിലർ പ്രസന്ന കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ജില്ലാ പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് രാജേഷ് പൈ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. അനിത, കൗൺസിലർമാരായ നാസില ഷാജി, ഫാത്തിമ സുധീർ, KSW MP, എഞ്ചിനീയർ ഫർഹാൻ നിസാർ, സ്കൂൾ പ്രഥമാധ്യാപിക ഗീതാകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ആദ്യ സംഭാവനയും ലക്കി ഡിപ്പ് കൂപ്പണിന്റെ പ്രകാശനവും നടന്നു. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജലോത്സവങ്ങൾ കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 28-ന് കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കുന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ആദ്യ സംഭാവന സ്വീകരണവും ലക്കി ടിപ്പ് കൂപ്പൺ പ്രകാശനവും നടത്തി. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജലോത്സവങ്ങൾ കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് MP ചൂണ്ടിക്കാട്ടി. ഓരോ വർഷം കഴിയുന്നതും അതിന്റെ ഗതി മാറ്റണം. കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കണം, കൂടുതൽ വള്ളങ്ങളിലേക്ക് ആകർഷിക്കണം. നന്നായി കരുനാഗപ്പള്ളി ബേസ് ചെയ്തുകൊണ്ട് ഒരു ചുണ്ടൻ വള്ളം ഈ പ്രാവശ്യം രംഗത്തിറങ്ങുന്നു എന്ന് പറയുന്നത് എന്നെ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം നെഹ്റു ഇത് വള്ളംകളി എന്ന് പറഞ്ഞ സത്യത്തിൽ അതൊരു ആരാണ് നടത്തുന്നത്? കളിക്കാർ, തുഴച്ചിൽക്കാർ. അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അവരുടെ 2 മാസം അതിനുവേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് അവർ വള്ളം കളിച്ച് ട്രോഫി കൊണ്ടുപോകാൻ സത്യത്തിൽ വേറെ ആളുകളൊക്കെ വരും. ക്ലബ് വോട്ടുടമകളുണ്ടാകും, ക്യാപ്റ്റനുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ തുഴച്ചിൽക്കാരാണ് ഇതിന് യഥാർത്ഥ ശില്പികൾ.
നമ്മൾ ഇപ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റി. 5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന സംഭാവന 25 ലക്ഷം രൂപയാക്കി മാറ്റി. 1ാം സ്ഥാനത്ത്. ജലോത്സവ കമ്മിറ്റി ചെയർമാൻ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. അത് ഏറ്റുവാങ്ങുന്നത് നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്ന അദ്ദേഹമാണ്. KC വേണുഗോപാൽ ഇവിടെ ഒന്ന് വരണം എന്നുള്ളത് ജലോത്സവ കമ്മിറ്റിയുടെ എല്ലാ കാലത്തെയും ആഗ്രഹമായിരുന്നു. അതിന് കാരണം യഥാർത്ഥത്തിൽ നെഹ്റു ട്രോഫിയാണ് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വള്ളംകളിയുടെ ഏറ്റവും ഒന്നാമത്തെ വള്ളംകളി. പക്ഷെ അവിടെ ഉള്ളതിനേക്കാൾ ഒരുപാട് പ്രത്യേകതകൾ ഈ വള്ളംകളിക്കുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണയിൽ, ദീപാചന്ദ്രൻ, ജലോത്സവ കമ്മിറ്റി ജനറൽ ക്യാപ്റ്റൻ പ്രവീൺ കുമാർ, SNDP യൂണിയൻ പ്രസിഡന്റ് K സുശീലൻ, കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ, KC രാജൻ, LKC ദേവി, ബിന്ദു ജയൻ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊണ്ടോടിയിൽ മണികണ്ഠൻ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, കൗൺസിലർ രാധാമണി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SFI നേതാവായിരുന്ന അജയ് പ്രസാദ് രക്തസാക്ഷി ദിനാചരണം ഓച്ചിറ ക്ലാപ്പനയിൽ നടന്നു. അനുസ്മരണ റാലി, അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിലും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. SFI നേതാവ് അജയ് പ്രസാദിന്റെ 19ാമത് രക്തസാക്ഷി ദിനാചരണമാണ് ഓച്ചിറ ക്ലാപ്പനയിൽ സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും SFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് UP സ്കൂളിന് സമീപത്തു നിന്നുമാണ് SFIയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലി സംഘടിപ്പിച്ചത്. തുടർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഹാഷിം അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മഹേശ്വർ ആമുഖ പ്രഭാഷണം നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ്, ജില്ലാ സെക്രട്ടറി വിഷ്ണു, ഗോപികൃഷ്ണൻ, നന്മ എന്നിവർ പങ്കെടുത്തു. CPIMന്റെ നേതൃത്വത്തിൽ ക്ലാപ്പന കോഴിമുക്കിൽ നിന്ന് റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടത്തി. തോട്ടത്തിൽ മുക്കിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി വേണ്ട എന്ന് വെച്ചു. 18 വയസ്സ് പൂർത്തിയായ ചെറുപ്പക്കാർക്ക് 1000 രൂപ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപ അത് നൽകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ മാസത്തിൽ കേരളത്തിൽ നൽകിയില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ UDF വളരെ വാശിയോടുകൂടി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബഡ്ജറ്റിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട പദ്ധതി വിഹിതം നൽകാത്തതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തയ്യാറായില്ല. അസർ അധ്യക്ഷത വഹിച്ചു. ക്ലാപ്പന സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, ജില്ലാ കമ്മിറ്റി അംഗം സൂസൻ കോടി, PK ബാലചന്ദ്രൻ, C രാധാമണി, PK ജയപ്രകാശ്, TN വിജയകൃഷ്ണൻ, ബെൻസി രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. അജയപ്രസാദ് സ്മാരക വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ചു. മന്ത്രി M ലിജുവിന്റെ ഇടപെടലാണ് സർജനെ നിയമിച്ചത്. കഴിഞ്ഞ 1 വർഷമായി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നില്ല. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഏറെ നാളത്തെ പോസ്റ്റ്മോർട്ടം പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി. മന്ത്രി M ലിജുവിന്റെ ഇടപെടലിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഫോറൻസിക് സർജനെ നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. മന്ത്രി K മുരളീധരനോട് M ലിജു ആവശ്യമുന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലക്ഷ്മി കൃഷ്ണനെയാണ് കായംകുളത്തേക്ക് മാറ്റി നിയമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നില്ല. സാധാരണ പോസ്റ്റ്മോർട്ടങ്ങൾ കായംകുളത്ത് നടന്നിരുന്നെങ്കിലും പോലീസ് നിർദ്ദേശിക്കുന്നതും പോലീസ് സർജൻ നേരിട്ട് ചെയ്യേണ്ടതുമായ കേസുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. ഇത്തരത്തിൽ മൃതദേഹങ്ങളുമായി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരുന്നത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വലിയ സാമ്പത്തിക, മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. ഡോക്ടറുടെ അഭാവം നാട്ടുകാർക്കിടയിൽ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിലാണ് 6 മാസത്തേക്ക് ഡോക്ടറെ നിയമിച്ചിട്ടുള്ളത്. ഇനി മുതൽ പോലീസ് സർജൻ ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആലപ്പുഴയിലേക്ക് പോകേണ്ടി വരില്ല. പോലീസ് നിർദ്ദേശിക്കുന്ന കേസുകൾ ഉൾപ്പെടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയും. പോലീസ് സർജൻ HOD പരിശോധിക്കേണ്ട അപൂർവം കേസുകൾ ഒഴികെ മറ്റെല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും ഇവിടെ തന്നെ പൂർത്തിയാക്കാം.
ന്യൂസ് ബ്യൂറോ, കായംകുളം. AISFന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡൽഹിയിൽ CJP മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാർ കളക്ട്രേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഡൽഹിയിൽ CJP നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് AISFന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ കളക്ട്രേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. ചിന്നക്കട MN സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. സമരക്കാർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AISF സംസ്ഥാന പ്രസിഡന്റ് ബിബിൻ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ വീണ്ടും കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിലും ഉന്തിലും തള്ളിലും കലാശിച്ചത്. ചില പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. ചില പ്രവർത്തകർ കളക്ട്രേറ്റിന്റെ കിഴക്കേ മതിൽ ചാടി അകത്ത് കടക്കാൻ ശ്രമിച്ചു. ഇതും പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ കളക്ട്രേറ്റ് റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ ബലമായി പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മിനി ബസിനെ കളിയാക്കി സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. സംഭവത്തിൽ 19കാരൻ അറസ്റ്റിൽ. എഴുകോൺ പോച്ചക്കോണം സ്വദേശി വരുണാണ് അറസ്റ്റിലായത്. കുഴിമതിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 +1 വിദ്യാർത്ഥികളെയാണ് ബലമായി വാനിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ എഴുകോൺ പോച്ചക്കോണം തെക്കേക്കോതേത്ത് വീട്ടിൽ വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചീരങ്കാവ് കിലിക്കം ട്രാവൽ ഹബ് എന്ന സ്ഥാപനത്തിന്റെ ട്രാവലർ മിനി ബസിനെ കുട്ടികൾ കളിയാക്കി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സ്കൂൾ സമയം കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് വന്നപ്പോൾ സ്കൂളിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബസ്സിലേക്ക് വിദ്യാർത്ഥികളെ ബലമായി പിടിച്ച് ഇടുകയായിരുന്നു. തുടർന്ന് കിലോമീറ്ററുകളോളം ചുറ്റളവിൽ ബസ്സിനുള്ളിൽ കൊണ്ടുനടന്ന് കുട്ടികളെ മർദ്ദിച്ചതായാണ് പരാതിയുള്ളത്. 8 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നു. ഇതിനുശേഷം കുഴിമതിക്കാട് പമ്പിന് സമീപം കുട്ടികളെ ഉപേക്ഷിച്ച് ഇവർ കടന്നുകളയുകയായിരുന്നു. രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റുള്ളവരെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. ഉപ്പുകുഴി മുതൽ മാമ്പഴത്തറ വരെയുള്ള 5.5 കിലോമീറ്റർ റോഡിന്റെ വശങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാൻ നടപടി. അജയ് പ്രസാദ് MLA ഇടപെടലിലാണ് റോഡിന്റെ വശങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാൻ നടപടിയായത്. പുനലൂർ ആര്യങ്കാവ് ദേശീയപാതയുടെ സമാന്തര പാതയാണിത്.
ഉപ്പുകുഴി മുതൽ മാമ്പഴത്തറ വരെയുള്ള 5.5 കിലോമീറ്റർ റോഡിന്റെ വശങ്ങളിലെ കാടുകളാണ് 10 മീറ്റർ വീതിയിൽ വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ചത്. സി അജയപ്രസാദ് MLA ഇടപെടലിനെ തുടർന്നാണ് നടപടി. മാമ്പഴത്തറ കുറവൻതാവളം നിവാസികളും ഇവിടേക്കെത്തുന്ന ടൂറിസ്റ്റുകൾക്കും കാട് മൂടിക്കിടക്കുന്നത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ കാണാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് MLA നേതൃത്വത്തിൽ നാഗമല വാർഡിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും യോഗം കഴിഞ്ഞയാഴ്ച വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് റോഡിന്റെ വശങ്ങളിലെ കാട് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. പുനലൂർ DFOയ്ക്കാണ് കാട് നീക്കം ചെയ്യാൻ MLA നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യന്ത്രം ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ചത്. പുനലൂർ ആര്യങ്കാവ് ദേശീയപാതയുടെ സമാന്തര പാതയാണ് മാമ്പഴത്തറ റോഡ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യുവാവ് ചങ്ങല വലിച്ചതിനെ തുടർന്ന് ട്രെയിൻ അരമണിക്കൂർ നേരം പിടിച്ചിട്ടു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. ഇതേ തുടർന്ന് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 10:12 സംഭവം. ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആണ് കരുനാഗപ്പള്ളിയിൽ യുവാവ് ചെയിൻ വലിച്ചതിനെ തുടർന്ന് പിടിച്ചിട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോഴാണ് യുവാവ് ചെയിൻ വലിച്ചത്. യുവാവിന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ താഴെ വീണതിനെ തുടർന്നാണ് ട്രെയിൻ ചങ്ങല പിടിച്ചു നിർത്തിയത്. ഇതേ തുടർന്ന് അരമണിക്കൂറിലേറെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിലും ഔട്ടറിലുമായി ട്രെയിൻ പിടിച്ചിട്ടതിനെ തുടർന്ന് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം മുടങ്ങി. റോഡിലും അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. യുവാവിന്റെ പേരിൽ RPF കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കുടിവെള്ളം ലഭിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നാട്ടുകാർ തടഞ്ഞു. എഴുകോൺ രണ്ടാലുമൂട്ടിലാണ് സംഭവം. AISFന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡൽഹിയിൽ CJP മാർച്ചിന് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധക്കാർ കളക്ട്രേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മിനി ബസിനെ കളിയാക്കി. സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. സംഭവത്തിൽ 19കാരൻ അറസ്റ്റിൽ. എഴുകോൺ പോസ്റ്റക്കോണം സ്വദേശി വരുണാണ് അറസ്റ്റിലായത്. യുവാവ് ചങ്ങല വലിച്ചു. കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ അരമണിക്കൂറിലേറെ പിടിച്ചിട്ടു. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.